അങ്ങനെയൊക്കെയാണെങ്കിലും ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് കോടിയേരി സഖാവ് എന്തു പറയുന്നു എന്ന് കേൾക്കണം. അത് പ്രധാനമാണ്. കഴിഞ്ഞ ദിവസം 40 സൈനികരാണ് ഭീകരവാദ ചാവേർ ആക്രമണത്തിൽ രക്തസാക്ഷികളാകേണ്ടി വന്നത്. നമ്മുടെ നാടിൻ്റെ ധീര ജവാന്മാർ, മലയാളിയായ വയനാട്ടുകാരൻ വിജയകുമാർ ഉൾപ്പെടെയുള്ള ജവാന്മാർക്ക് ജീവൻ ത്യജിക്കേണ്ടതായിട്ട് വന്നു. ആ ധീര ജവാന്മാർക്ക്, ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് നാം അഭിവാദ്യം അർപ്പിക്കുന്നു. ആ ജവാന്മാരുടെ കൂടെ ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. സൈനിക സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ ഒരു ശക്തിയെയും ഈ രാഷ്ട്രം അനുവദിക്കുകയില്ല. നമ്മുടെ സൈനിക സംവിധാനത്തെ ദുർബലപ്പെടുത്തി ഈ രാജ്യത്തെ ദുർബലപ്പെടുത്താനുള്ള ഏതൊരു നീക്കത്തെയും ജനങ്ങൾ പരാജയപ്പെടുത്തും. അത്തരം സന്ദർഭങ്ങളിലെല്ലാം രാഷ്ട്രീയം മറന്ന് ഇന്ത്യൻ ജനത സൈന്യത്തിൻ്റെ കൂടെ നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൽ പ്രവർത്തിച്ച ഭീകര സംഘത്തിനെതിരെ വ്യോമസേന ആക്രമണം നടത്തി. വ്യോമസേന നടത്തിയ ഭീകരവാദികൾക്കെതിരായിട്ടുള്ള ആക്രമണം അത് ശക്തമായൊരു മറുപടിയാണ്. ആ വ്യോമസേനയെ ഈ രാഷ്ട്രം ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ആ വ്യോമസേന കാണിച്ച തൻ്റെ ഇടത്തെ രാഷ്ട്രമാകെ ബഹുമാനിക്കുകയാണ്. രാഷ്ട്രമാകെ എന്ന് പറയുമ്പോൾ CPM അതിലുണ്ടാകും എന്നാണല്ലോ. രാഷ്ട്രമാകെ നൽകിയിട്ടുള്ള ഈ പിന്തുണ ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദത്തെ തുടച്ചു നീക്കണം, ഭീകരവാദികളെ ഒറ്റപ്പെടുത്തണം. അതിനാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ BJP സങ്കുചിതമായ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഈ സംഭവത്തെ ഉപയോഗിക്കരുത്. അങ്ങനെയൊക്കെ പറയാനിപ്പോൾ എന്തുണ്ടായി എന്ന് പറയണമല്ലോ. BJP ഗവൺമെന്റിന്റെ മുൻകാലത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇത്തരം സംഭവങ്ങളെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി BJP ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ മുന്നറിയിപ്പുകൾ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഗവൺമെന്റിനെ വിമർശിക്കുന്നത് സൈന്യത്തിനെ വിമർശിക്കലല്ല, BJP വിമർശിക്കുന്നത് സൈന്യത്തെ വിമർശിക്കുന്നതല്ല. സ്ഥിതിഗതികൾ ഓരോന്നോരോന്നായി ഉപയോഗിച്ച് എങ്ങനെയാണ് അടുത്ത ഇലക്ഷനിൽ ജയിക്കേണ്ടത് എന്നാണ് നരേന്ദ്രമോദി ചിന്തിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രസംഗം. അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസംഗം മുഴുവൻ ഈ സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണ്, ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന് നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ പ്രസംഗം വ്യക്തമായിരിക്കുകയാണ്. അത് കണക്കിലെടുത്ത് ജാഗ്രത നാം പാലിക്കണം. പ്രധാനമന്ത്രി അങ്ങനെയൊക്കെ പ്രസംഗിച്ചാലും കോടിയേരി ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാമോ? എന്തോ ഒരു പിടിയും കിട്ടുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം മുൻകാലങ്ങളിലും രാഷ്ട്രം ഒറ്റക്കെട്ടായുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തവണയും ആ നിലപാട് സ്വീകരിക്കും. ഇത് ലോകസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാം എന്ന ഉദ്ദേശമാണ് BJPക്കുള്ളത് എന്ന് തോന്നുന്നു. ഇതേ നിലയിലുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു മുമ്പ് 2004 തെരഞ്ഞെടുപ്പിൽ കാർഗിൽ യുദ്ധത്തിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ അന്ന് BJP ശ്രമിച്ചു. പക്ഷെ അത് വിലപ്പോയില്ല. ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരാണ്. അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണമെങ്കിൽ BJPക്കെതിരായി ഉള്ള നിലപാട് സ്വീകരിക്കണമെന്നുള്ള ചിന്ത രാജ്യത്താകെ ശക്തിപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ശ്രീധരൻപിള്ള വക്കീലിനെ വിളിക്കേണ്ടി വരും. ഇന്ത്യയുടെ പരമാധികാരത്തെ അംഗീകരിക്കാതെ ഇന്ത്യൻ നിലപാടിനെ ഈ തരത്തിൽ കുത്തിമലർത്തിക്കൊണ്ട് അതിനെതിരായ നിഷേധാത്മകമായ ഇന്ത്യയുടെ ഐക്യത്തിനെതിരെ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്ന സമീപനം ഒരു നിലയ്ക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ അത് ഭൂഷണമല്ല, പ്രവർത്തിക്കാൻ അനുമതി നൽകാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ഇത് പിൻവലിച്ച് മാപ്പ് പറയുന്നില്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് നടപടി സ്വീകരിക്കണം. ആ പാർട്ടിയുടെ അംഗീകാരം അത് നിയമവിധേയമായി ശരിയല്ലെന്ന് കണ്ട് നടപടി സ്വീകരിക്കണമെന്നും
BJPയുടെ കേരള ഘടകം, കേരള യൂണിറ്റ് ഓഫ് BJP അത് ആവശ്യപ്പെടുകയാണ്. അതാണ് അതിൻ്റെ ന്യായം. വക്കീൽ പറഞ്ഞതാണ് അതിൻ്റെ ന്യായം. എങ്കിൽ പിന്നെ കോൺഗ്രസ്സുകാരുടെ പ്രസംഗവും പരിശോധിക്കണം. ചരിത്രത്തിലാദ്യമായി ഫാസിസ്റ്റ് നമ്മുടെ ഭരണാധികാരിയായി വന്നിരിക്കുന്നു. ഫാസിസ്റ്റുകൾ ലോകത്തിൽ അധികാരത്തിൽ വന്ന എല്ലായിടത്തും എന്തൊക്കെ ദുരന്തമുണ്ടായി എന്ന കാര്യം ചരിത്ര വിദ്യാർത്ഥികളായ പഠിച്ചിട്ടുള്ള നമ്മുടെ വിശദമായി ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല. ദുരന്തങ്ങളുമല്ലാതെ ആ രാജ്യത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ആ ഭരണാധികാരിക്ക് സാധിച്ചിട്ടില്ല. പിടിച്ചതിനേക്കാൾ വലുതാണല്ലോ മാളത്തിലുള്ളത്. ഈ ഫാസിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ആരെയാണാവോ? പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയോട് ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയുടെ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ ഒരു പ്രതിനിധി രൂപത്തിൽ സംസ്ഥാന ഘടകത്തിന്റെ അധ്യക്ഷത്തിൽ പ്രധാനമന്ത്രിയോട് എനിക്കുള്ള അഭ്യർത്ഥന, ദയവീത് അങ്ങ് ഒരു എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് പോകരുത്. അങ്ങ് പരാജയപ്പെട്ട ഭരണാധികാരിയാണ്. ലോകത്തിലെ പരാജയപ്പെട്ട ഭരണാധികളൊക്കെ തന്നെ യുദ്ധത്തിന്റെ പാതയിലേക്ക് പോയതാണ് ചരിത്രമെങ്കിൽ അങ്ങ് ആ എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് പോകരുത് എന്ന് മാത്രം ഈ നാട്ടിനെ സ്നേഹിക്കുന്ന, സമാധാനം കാക്ഷിക്കുന്ന ഈ നാട്ടിലെ ജനതയുടെ താല്പര്യങ്ങൾ ഞങ്ങൾ ജീവനേക്കാൾ വലുതാടുകയെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രതിനിധി രൂപത്തിൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീധരൻപിള്ള വക്കീൽ പറഞ്ഞ നിയമമനുസരിച്ച് CPM-നൊപ്പം കോൺഗ്രസിൻ്റെയും ലൈസൻസ് റദ്ദ് ചെയ്യണം എന്ന് പൊളിമിക്സ് അഭ്യർത്ഥിക്കുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെയും അറസ്റ്റ് ചെയ്യണം. തൽക്കാലം നമുക്ക് ശ്രീധരൻപിള്ള വക്കീലിൻ്റെ പാർട്ടി മാത്രം മതി.